നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ വർഗീയ കാർഡിറക്കുകയാണെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്ന യു.ഡി.എഫ് നിലപാടും പി.ഡി.പിയുടെ വോട്ട് സ്വീകരിക്കുന്ന എൽ.ഡി.എഫ് നിലപാടും വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇരുമുന്നണികളും അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ രക്തസാക്ഷിയാണ് ഷോക്കേറ്റ് മരിച്ച അനന്തുവെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെയും പി.ഡി.പിയുടെയും പിന്തുണ സ്വീകരിക്കുന്ന ഇടതു വലതു മുന്നണികൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കെ. സുരേന്ദ്രൻ നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും പി.ഡി.പി വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും പറഞ്ഞതിന് പിന്നാലെയാണ് കെ. സുരേന്ദ്രന്റെ വിമർശനം. ജമാഅത്തെ ഇസ്ലാമി ആഗോള മതഭീകരവാദ സംഘടനയാണെന്നും പി.ഡി.പി ഐ.എസിന്റെ സംഘടനയാണെന്നും കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇരു സംഘടനകൾക്കും ഒരേ ആശയമാണ്. ഭീകര സംഘടനകൾക്ക് എങ്ങനെയാണ് മാർക്കിടാൻ പറ്റുക എന്നും അദ്ദേഹം ചോദിച്ചു. എന്തുകൊണ്ടാണ് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇരു മുന്നണികളും തീവ്രവാദ സംഘടനകളുടെ പിന്നാലെ പോകുന്നതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. വർഗീയ ശക്തികളുടെ പിന്തുണ തേടി, മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് എൽ.ഡി.എഫും യു.ഡി.എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത്. യു.ഡി.എഫ് ആഗോള മതഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുക. ഐ.എസ്.എസിന്റെ സംഘടന പി.ഡി.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അവർ സഖ്യത്തിലാണ്. ഗോവിന്ദൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോളം അപകടകാരിയല്ല പി.ഡി.പി എന്നാണ്. പി.ഡി.പിയുടെ സഖ്യമുണ്ടാക്കാനുള്ള എൽ.ഡി.എഫിന്റെ തീരുമാനത്തെ ജമാഅത്തെ ഇസ്ലാമി യു.ഡി.എഫുമായി സഖ്യമുണ്ടാക്കുന്നതിനെ പറഞ്ഞുകൊണ്ട് അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ട് മുന്നണികളും കലാപകാരികളെയും ഭീകരവാദികളെയും താലോലിക്കുന്ന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. മലപ്പുറം വഴിക്കടവിൽ അനധികൃത പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മരണത്തിനു പിന്നിൽ രാഷ്ട്രീയമുണ്ട്. സർക്കാരിന്റെ തെറ്റായ നിലപാടിന്റെയും നയങ്ങളുടെയും രക്തസാക്ഷിയാണ് അനന്തു. കേരളത്തിലെ വനംവകുപ്പ് പോലെ നിഷ്ക്രിയമായ ഒരു വകുപ്പ് ഇന്ത്യയിൽ വേറെയില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അല്ല, അനന്തുവിന്റെ മരണത്തിന്റെ പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അത് ഇപ്പോൾ എന്താ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുന്നത്? കാരണം അത് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ, അവരുടെ നിലപാടുകളുടെ രക്തസാക്ഷിയാണ്. കാരണം പന്നിയെ വെടിവെച്ച് കൊല്ലാനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും വനം വകുപ്പിനുണ്ടായിട്ടും സർക്കാരിനുണ്ടായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. ഒരു മുളവടിയും ഒരു ടോർച്ചും കൊടുത്ത് ആൾക്കാരെ വിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ ഒരു നടപടിയുമില്ല. ഇരുമുന്നണികളുടെയും തെറ്റായ സമീപനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ജനം, നിലമ്പൂർ.